എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മയൂരിയുടെ കയ്യിൽ നിന്നും കൂടെ അടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കൈലാസിന്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൊട്ടിക്കരയാണ് അവിടെ നിന്നിട്ട്. മഞ്ജിമയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അമ്മയെ കണ്ടില്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജിമയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും SI ജോർജും കൂട്ടരും എത്തി. പിന്നീട് മഹേഷ് കൈലാസിനെ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഈ സമയത്ത് മഹേഷ് പറഞ്ഞു, അതെ ഇവനെ കയ്യോടെ തന്നെ കൊണ്ടുവെക്കോ, ഇവനെ ഇപ്പൊ കൊണ്ടുപോവാണെങ്കിൽ കുറെ കേസുകളുടെയൊക്കെ തുമ്പ് കിട്ടുമെന്ന് പറയണം, അത്ര വലിയ ക്രിമിനലാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും SI പറഞ്ഞു, ഇവന്റെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണം. അങ്ങനെ അവനെ അങ്ങോട്ട് ബാക്കി പോലീസുകാർ പോകുന്ന സമയത്ത് SIയുടെ എന്നിട്ട് മഹേഷ് പറഞ്ഞു, അതെ അവനെ ഒന്നുകൂടെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ സാറിന് എന്തായാലും ഒരു ഗുഡ് എൻട്രി കിട്ടും. കാരണം ഒരു പ്രൊമോഷൻ ഉറപ്പാന്ന് പറയണം. അതുപോലെ പല ക്രൂരകൃത്യങ്ങളും അവന്റെ നാവിൽ നിന്ന് പുറത്തു വരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോർജ് പറഞ്ഞു, ശരി ഓക്കെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോവാണ്. ആ സമയം മഞ്ജിമയ്ക്ക് ഇത് സഹിച്ചില്ല. മഞ്ജിമ പൊട്ടിക്കടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഓടുവാണ്. പിന്നീട് ഇഷിത മയൂരിയോട് പറഞ്ഞു, ബാ നമ്മുടെ പാട്ട് ഇവിടെ കഴിഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് ഇഷിത നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും പ്രിയാമണിയും മാഷും വന്നിട്ട്, എന്താ മോളെ നേരത്തെ നീ എന്താ വന്നേ, ഇന്നെന്താ നേരത്തെ ഇറങ്ങിയോന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞ, അതല്ല ഞാൻ അപ്പുറത്ത് ഫ്ലാറ്റ് വരെ വന്നാന്ന് പറയണം. എന്താ കാര്യം ഇരിക്കുന്നത്, എന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അതെ ഒന്ന് അഗ്നിശുദ്ധി വരുത്താൻ വേണ്ടി വന്നാന്ന് പറയണം. അഗ്നിശുദ്ധി വരുത്താനോ, ഒന്നും മനസ്സിലായില്ലെന്ന് പറയണം. അത് പിന്നെ വിനോദ് കൈലാസിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കി പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. വിനോദാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടിഞ്ഞപ്പോൾ പ്രിയാമണി പറഞ്ഞു, എന്നാലും അവന്റെ കള്ളത്തരം പൊളിഞ്ഞല്ലോ, അവന്റെ കർണം അടിച്ചു പൊട്ടിക്കണ്ടായിരുന്നു പറയണം. എന്തിനാ അമ്മയുടെ കൈയും കൂടെ വെറുതെ നാറ്റിക്കുന്നേ, അവനെ പോലൊരു ദുഷ്ടന് കിട്ടേണ്ട ശിക്ഷ എന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. മാഷ് പറഞ്ഞു, എത്ര നാൾ സത്യം മൂടി വെച്ചാലും ഒരു നാളത് പുറത്തു വരും മോളെ, സത്യത്തിന്റെ ഭാഗത്ത് എപ്പോഴും ദൈവം നിൽക്കത്തോളം എന്ന് പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ മോളുടെ നിരപരാധിത്വം എല്ലാവർക്കും ബോധ്യമായില്ലെന്ന് ചോദിക്കുക. അത് ശരി തന്നെയാ, പക്ഷേങ്കില് എന്ന് പറഞ്ഞ് നിർത്താൻ സമയത്താണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നത്. സ്വപ്നവല്ലി പിന്നെ കണ്ടുകഴിഞ്ഞ് പ്രിയാമണി, എന്താ സ്വപ്നവല്ലി എന്ന് ചോദിക്കുക. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അമ്മേ ഞാൻ പോവാന്ന് പറയണം എന്ന് പറഞ്ഞ് ഇഷിത മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു, അതെ മാഷും പ്രിയാമണി എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. ക്ഷമിക്കാനോ, ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ സ്വപ്നവല്ലി പറഞ്ഞ്, എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞതെന്ന് ചോദിക്കുക. അതൊക്കെ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. മാഷ് പറഞ്ഞ്, എത്ര എളുപ്പമാണ്, നിങ്ങൾക്ക് ഒരു മോളില്ലേ, നിങ്ങൾക്ക് നാണമില്ലേ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പറയാനായിട്ട്, നിങ്ങൾ എന്തൊക്കെ വാക്കുകളോ ഉപയോഗിച്ചേ എൻ്റെ മോളെക്കുറിച്ച്. ഞാനൊരു അച്ഛനാ, ആ വേദന എനിക്ക് എന്താന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങളതൊന്നും വിചാരിച്ചില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, അത് പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് കരുതിയില്ല, ഇഷിതയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമെന്ന് പറയാം. ഇഷിതനെ പറഞ്ഞു വിടണം പോലും ഞങ്ങളൊന്നും അല്ല തീരുമാനം എടുക്കണ്ടേ, അവളാ തീരുമാനം എടുക്കണ്ടേ, ഞങ്ങൾക്കൊരു കൂടെ ഒന്നും പറയാനില്ലെന്ന് പറയണം. ഇത് കേട്ടതും പിന്നെ സ്വപ്നവല്ലിക്ക് അവിടെ നിന്നില്ല. സ്വപ്നവല്ലി അങ്ങോട്ട് പോവാണ്. ആ സമയം ഇഷിത താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മഹേഷ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇഷിതയെ. പിന്നീട് ഇഷിതയെ കണ്ടതും പറഞ്ഞു, എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയണം. അതിനുശേഷം ഇഷിത അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, അല്ല സംഭവിച്ചതൊന്ന് അല്ലെന്ന് എനിക്കറിയാം, ആ സമയത്ത് എനിക്ക് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതായിട്ട് വന്നു, സംശയിക്കേണ്ടതായിട്ടും വന്നു. പക്ഷേങ്കിൽ എനിക്കറിയായിരുന്നു ഇഷിത തെറ്റൊന്നും ചെയ്തിട്ടിരുന്ന. പക്ഷേ ഇഷിതയുടെ ഭാഗം ന്യായീകരിക്കേണ്ട തെളിവുകളും കാര്യങ്ങളൊന്നും എൻ്റെ ഭാഗത്തില്ലായിരുന്നു. എനിക്ക് തെളിവുകളൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ തെളിവുകളെല്ലാം ഉണ്ടാക്കി അവനെ കൈയോടുകൂടി പോലീസിൽ ഏൽപ്പിച്ചെന്ന് പറയണം. ഇത് കേട്ടത് ഇഷിത ചോദിച്ചു, അല്ല ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയണമെന്ന് ചോദിക്കുകയാണ്. അതെ ഇഷിത വീട്ടിലേക്ക് മടങ്ങി വരണം, എൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ക്ഷമ ചോദിച്ചപ്പോഴും തീരുന്ന പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ അവനെപ്പോലുള്ള ഫ്രോഡിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമായിരുന്നു. അവൻ അത്രയ്ക്ക് മാത്രം വൃത്തികേട് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇഷിത, ഒരു ഭാഗത്ത് എൻ്റെ പെങ്ങള്, രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് പെട്ടുപോയ ആൾ ഞാനാ. കൈലാസ് എൻ്റെ ഇതിലേ ഇല്ലായിരുന്നു, പക്ഷേങ്കിൽ രണ്ടുപേരുടെയും ജീവൻ വെച്ചുള്ള കളിയായിരുന്നു. അങ്ങനെ വന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഇഷിതയ്ക്കെതിരെ തെളിവും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിവനെ ആ സമയത്തൊന്നും ശബ്ദിക്കാൻ വയ്യാതെയായി. ഇഷിതയ്ക്കെതിരെ തെളിവുണ്ടായിട്ട് മാത്രം അവൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് സംസാരിക്കാമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് ഒഴിഞ്ഞു മാറി തന്നെ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഡൽഹിക്ക് പോയ സമയത്ത് ഇഷിതയെ വിളിച്ചില്ലായിരുന്നോ? ഇഷിതയെ വിളിച്ചപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇഷിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഞാൻ ആ സമയത്ത് വേറൊരു മാനസികാവസ്ഥയിലായിരുന്നു. കാരണം രചനയുടെ പ്രശ്നം ഉണ്ടായത് ആ സമയത്തായിരുന്നല്ലോ. പിന്നീട് ആ വിളിക്കാനുള്ള സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ എന്നാലും സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വിനോദിനെ ഏർപ്പാടാക്കിയത്. വിനോദിനോട് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞേ. അപ്പോഴേ ഇഷിത കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞു വിട്ടെ. പക്ഷെ എൻ്റെ മനസ്സിൽ വന്നാലും വിങ്ങലുണ്ടായിരുന്നു, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ എന്നോർത്ത്. കാരണം ഞാൻ അത്രമാത്രം ഇഷിതയെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി.
അന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ഇഷിത പറഞ്ഞുമില്ല, ഞാനൊട്ട് അറിഞ്ഞതുമില്ല. അന്നേ ഇഷിത ഇത് പറയുമായിരുന്നെങ്കിൽ പ്രശ്നം അത്ര രൂക്ഷമായിട്ടില്ലായിരുന്നു. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു തീർന്നു. അന്ന് എനിക്ക് പോകാമല്ലോ എന്ന് പറയണം. ഇഷിത, ഞാൻ പറയുന്നതുകൊണ്ട് അനുസരിക്കുക, വരണമെന്ന് പറയണം. ഞാൻ വരണമില്ലേ? ഞാൻ അഗ്നിശുദ്ധി വരുത്തി കഴിഞ്ഞിട്ടല്ലേ വരണം തോന്നിയത്, അതുവരെ ഇല്ലല്ലോ. എനിക്ക് മഹേഷിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ തെളിവുകളൊക്കെ നിരത്തിയുള്ള ജീവിതം എനിക്ക് ആവശ്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ചിലപ്പോൾ തെളിവുകളൊന്നും കണ്ടെന്ന് വരത്തില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു പോയില്ലേ, വെറുതെ ഞാൻ ഇതിനെ റിസ്ക് എടുക്കണേ, അതുകൊണ്ട് ഞാനിനി ഇല്ലയെന്ന് പറയണം എന്നും പറഞ്ഞ് ഇഷിത അങ്ങോട്ട് കയറി പോകണം. ഈ സമയം മഹേഷിന് എന്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആ സമയം സ്വപ്നവലിയുടെ അടുത്തേക്ക് മഞ്ജുമ വരുവാണ്. മഞ്ജുമ വന്നിട്ട് പൊട്ടിക്കരയാണ്. എൻ്റെ കൈലാസേണ്ണ അങ്ങനെയും ചെയ്യത്തില്ല, അല്ല അവൾ പൈസ കൊടുത്ത് ചെയ്യിച്ചാ, അവൾക്ക് പൈസ കൊടുത്താ മയൂരിക്ക്, എന്നിട്ട് കള്ളസത്യം പറയിച്ചാന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നവലി പറഞ്ഞു, മോളെ അമ്മ അവരുടെ ഒപ്പം നിൽക്കുമല്ലേ, എനിക്കറിയാം. എൻ്റെ വാക്ക് കേൾക്കാൻ ആരുമില്ല. എൻ്റെ കൈലാസേണ്ണ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. എല്ലാവരും കൂടി കൈലാസേണ്ണ കുടുക്കിയതാ. അമ്മയോട് എത്ര സ്നേഹമായിരുന്നു കൈലാസേണ്ണ, അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ട് കണ്ടില്ലേ ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലേ, എനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞാൽ സ്വപ്നവലി പറഞ്ഞു, മോളെ നീ ഇങ്ങനെ കരയല്ല, പിന്നെ കരയാതെ എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് എന്നെക്കാളും വലുത് ഇപ്പം അവളാണല്ലേ, അവളുടെ ജീവിതമാണല്ലേ, എൻ്റെ ജീവിതം തകർന്നു പോയിക്കോട്ടെ അല്ലേ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നവലി പറഞ്ഞു, മോളെ ഞാൻ അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ട് കയറി വരുന്നത്. മഹേഷിനെ കണ്ട് സ്വപ്നവലി പറഞ്ഞു, കേട്ടില്ലേ ഇവള് പറയണേ, എന്താടാ മഹേഷ് ഇതൊക്കെ? അമ്മയ്ക്ക് കാര്യം ബോധ്യപ്പെട്ടതല്ലേ, അമ്മ പിന്നെ ഇങ്ങനെ അവളുടെ ഭാഷ ന്യായീകരിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്താ സംഭവിച്ചതെന്ന് അമ്മയും കണ്ട. ഈ സമയം മഞ്ജുമ്മ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. എൻ്റെ മോനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. എൻ്റെ അമ്മയുടെ മോള് രക്ഷപ്പെട്ടെന്ന് കരുത്. അത്രയും ക്രൂരനായ ഒരാളുടെ പിടിയിൽ നിന്ന് അമ്മയുടെ മോള് രക്ഷപ്പെട്ടല്ലോ, അതിന് പകരം അമ്മ ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. എടാ മോനെ, ഞാനൊരു പെറ്റമ്മയല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുമോ എൻ്റെ മോളുടെ വിഷമം പോലും? മിണ്ടാതിരുന്നോളാം അവിടെ. എല്ലാ പ്രശ്നങ്ങളും അയാൾ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം അയാൾക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നോ? ഇതേ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സ്വപ്നവലി പറഞ്ഞു, എല്ലാ ഇഷിത കാരണോ, ഇഷിത നിന്റെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുക എന്നൊക്കെ പറയണം. മഹേഷിന് അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുകൂടെ ദേഷ്യം കയറി. പിന്നീട് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് ഇഷിത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആഷിത വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഷിത വന്ന് ഇഷിതയോട് സംസാരിക്കുകയാണ്. അതെ, ഒരു കാര്യം ചെയ്യാം, നിന്റെ തീരുമാനമാണ് വലുത്, എന്നാലും ഞാൻ പറയാം, ജീവിതമാണ്. ജീവിതമാകുമ്പോൾ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് വേണ്ട ഒരു തീരുമാനം എടുക്കാമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, എന്ത് തീരുമാനം എടുക്കാനേ ചേച്ചി? ജീവിതത്തിൽ എല്ലാത്തിനും തെളിവുകൾ നോക്കുന്നവർക്ക് അവരോടൊപ്പം ഒരു ജീവിതം എനിക്ക് എന്താണല്ലോ ആവശ്യമില്ല എന്ന് പറയണം. എനിക്ക് മനസ്സിലാകുന്ന നിന്റെ വേദന എന്താണെന്ന്. ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിനക്കറിയാവോ? ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ചില നിമിഷങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ. പക്ഷേങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് എന്താണെന്നറിയോ? എൻ്റെ സൂരജ് മോന് വേണ്ടിയിട്ടാണ്. പക്ഷേങ്കിൽ നാളെ എന്താ സംഭവിക്കുന്ന പോലും അറിയത്തില്ല. നിന്റെ അവസ്ഥ എനിക്കറിയാം, നിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം നീ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ നിന്റെ ജീവിതത്തിൽ ചിലപ്പം വലിയ ദുരന്തങ്ങളൊക്കെ കൊണ്ടുവരും. അതുകൊണ്ട് നീ ആലോചിച്ച് മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുക, നീ മഹേഷിൻ്റെ കൂടെ പോകണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത ചേച്ചി ഇങ്ങനെ തന്നെയാണോ പറയണമെന്ന് ചോദിക്കും. അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നീ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എന്നാലും ഞാൻ പറയാം, ചിപ്പിമോളുടെ കാര്യം അറിയാലോ, ചിപ്പിമോൾക്ക് നീ ഇല്ലാതെ പറ്റുമെന്ന് ചോദിക്കാം. അതെനിക്കറിയാം ചേച്ചി എന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ഈ സമയത്ത് ചിപ്പിമോൾ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പടം വരച്ച് കഴിഞ്ഞിട്ട് സൂരജിനെ കാണിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഇത് കൊള്ളാവോന്ന് ചോദിക്കും. സൂരജ് മേടിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ഇത് ആരുടെ പടം വന്ന് ചോദിക്കുകയാണ്. ഇതെൻ്റെ ഡാഡിയുടെ അമ്മയുടെ എന്ന് പറയും. അടിയിൽ എഴുതി വെക്കണം നിൻ്റെ ഡാഡി അമ്മയാന്നിത്. അതെ, സൂരജേട്ടൻ എന്നാൽ നോക്കണ്ട. അതെ, സൂരജേട്ടന് ഇഷ്ടപ്പെടില്ല, പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ഡാഡിയും അമ്മയെന്ന്. ഇത് നോക്കി കഴിയുമ്പോഴത്തേനും എൻ്റെ ഡാഡിയുടെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരുമെന്ന് പറയണം. ഇത് കേട്ടാൽ സൂരജ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിലേ നിൻ്റെ അമ്മയും ഡാഡിയും തമ്മിൽ പ്രശ്നമുണ്ട്, അവരെ തമ്മിൽ ഒന്നിപ്പിക്കണ്ടേന്ന് ചോദിക്കും. അവർ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ, അത് വെറുതെ സൂര്യചേട്ടന് തോന്നാന്ന് പറയും. അല്ല, അവർ തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ നിന്റെ അമ്മ നിന്റെ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ചിപ്പിമോളുടെ അന്താളിപ്പോട് കൂടിയിട്ട് നോക്കുകയാണ്. ചിപ്പിമോളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ചിപ്പിമോൾക്ക് അറിയില്ല. പക്ഷേ സൂരജ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിപ്പിമോൾക്ക് ടെൻഷൻ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.